ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ 20ാമത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ടോക്കാം. ഇന്നിപ്പോൾ ഞാൻ ജ്യൂസ് അടിക്കാൻ ഷമാമാണ് കേട്ടോ. ഷമാമ് പാലൊഴിച്ചിട്ട് അങ്ങനെ ജ്യൂസ് അടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ പാലൊഴിച്ചിട്ടുള്ള ഷമാം ജ്യൂസ്, അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഷേക്ക് അടിക്കുമല്ലോ പാലൊക്കെ കട്ടാക്കിയിട്ട്, അതും നല്ല ഇഷ്ടമാണ്, നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കട്ടെ കേട്ടോ. നല്ലോണം തണുത്താലല്ലേ ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇത് സ്നാക്കിനുള്ള ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സ്നാക്കായിട്ട് ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ ഇൻസ്റ്റയിലും അങ്ങനെയൊക്കെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു സമൂസ ലീഫ് വെച്ചിട്ടുള്ള ചട്ടിപ്പത്തിരി. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ സ്നാക്ക്. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ ഒരു 3 വലിയുള്ളി ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിങ്ങനെ. ഇനിയിപ്പോൾ അത് നല്ല സോഫ്റ്റായി വരുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയൊക്കെ സോഫ്റ്റായി വന്നു. ഇനിയിപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കുറച്ച് കരിവേപ്പിൻ്റെലയും കൂടി ചേർത്ത് കൊടുത്തിങ്ങനെ. ഇനിയിപ്പോൾ അതും കൂടി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികളായിട്ട് കുറച്ച് ഗരം മസാലയും അതുപോലെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇനിയിപ്പോൾ ആ ഒരു പൊടികളൊക്കെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ നല്ലോണം വഴന്ന് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് ഇതാ ഞാൻ മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനായിരുന്നു. അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിക്കണ്. അപ്പോൾ മസാല റെഡിയായി. ഇനിയിപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. പിന്നെ അതിൽക്കൊരു 4 ടേബിൾ സ്പൂണ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ലപോലെ അടിച്ചെടുത്തങ്ങനെ. ഇനിയിപ്പോൾ നമ്മൾ ഏത് പാനിലാണോ ചട്ടിപ്പത്തിരി റെഡിയാക്കുന്നത് അതിൽ ഇതുപോലെ ഒന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ഒരു മുട്ടൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിലിതാ ഓരോ സമൂസ ഷീറ്റ് ഇതുപോലെ മുക്കിയെടുത്തിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഓരോ ഷീറ്റായിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ ഒരു പത്തിരി റെഡിയാക്കാനൊന്നും നിൽക്കണ്ട. ഇതുപോലെ സമൂസ ഷീറ്റ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതാ ഒരു ലെയർ റെഡി ആയപ്പോൾ ഇനിയിപ്പോൾ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. ഫില്ലിങ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക. കുറച്ച് മതിയെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ ഞാനത് കുറച്ച് അത്യാവശ്യം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ സെക്കൻഡ് ലെയറായിട്ട് പിന്നെയും സമൂസ ഷീറ്റ് ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ രണ്ടാമത്തെ ലെയറിലും ഇനിയിപ്പോൾ മസാല ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എത്ര ലെയർ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 ലെയറാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ലെയറൊക്കെ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു പുറത്തേക്ക് വന്നിട്ടുള്ള ഈ ഒരു സൈഡ് ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് വെച്ചെടുക്കുക.
ഇപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ ഒരു മുട്ടൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കൂടുതലാവണ്ട, ഒരു പാകത്തിന് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇതുപോലെ വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാനിതാ 2 പുറവും തിരിച്ചും മറിച്ചും വേവിച്ചെടുത്തുകണേ. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ചട്ടിപ്പത്തിരി റെഡിയായി. നല്ല സോഫ്റ്റായിട്ടുള്ള ചട്ടിപ്പത്തിരിയാണ്. ഇനിയിപ്പോൾ ഇത് ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടും കൂടി കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഞാനിപ്പോൾ ഇവിടെ 2 ലെയർ ചെയ്തിട്ടുള്ളൂ. എത്ര ലെയർ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. ഈസി ആയിട്ട് റെഡിയാക്കാനും പറ്റും. പത്തിരിയും കാര്യങ്ങളും ഒന്നും ചുട്ടെടുക്കണ്ട. സമൂസ ലീഫ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എണ്ണയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കി കേട്ടോ. ഇന്ന് കറി ചിക്കൻ പറുദീസയാണ് കേട്ടോ. അപ്പോൾ അതവിടെ ഞാൻ ഒരു 3/4 കിലോളം ചിക്കൻ എടുത്തിക്കണ്. അതിലേക്ക് ഇതാ ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും അതുപോലെ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കട്ട് ചെയ്തത് ചേർത്തെടുത്തു. പിന്നെ അതിപ്പോൾ ഇതാ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, ഒരു കൈ നിറയെ മല്ലിയിലയും, അതിൽ കുറച്ച് പുതിനയിലയും കൂടി കൂട്ടിയിട്ട് കട്ട് ചെയ്തതും, പിന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ 2 മാഗി ക്യൂബ്, പിന്നെ ഇതിലേക്ക് അറബിക് മസാലയാണ് കേട്ടോ വേണ്ടത്. ഞാനിവിടെ കബ്സൻ്റെ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മന്തി മസാല അങ്ങനെ ഏത് അറബിക് മസാല ആയാലും കുഴപ്പമില്ല. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ അതാ 1 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി, പിന്നെ ഇതാ ഒരു 2 ടീസ്പൂണ് സുർക്കയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു ചിക്കന് എപ്പോഴും ഫുൾ ചിക്കനിലാണ് കേട്ടോ ചെയ്യൽ. നമ്മൾ ഫുള്ളായിട്ടുള്ള ചിക്കന് ഇതുപോലെ മസാലയൊക്കെ തേച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യൽ. പക്ഷേ ഞാനിവിടെ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ടൊന്ന് ചെയ്തെടുത്തതാണ്. അപ്പോൾ ചെറിയ പീസാകുമ്പോൾ മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുമല്ലോ. അപ്പോൾ ഇതാ അത് മിക്സ് ചെയ്തെടുത്തുകണേ. ഇനിയിപ്പോൾ ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഏകദേശം വെന്ത് വന്നിക്കണേ. ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 20 കാഷ്യൂ നല്ലോണം വെള്ളത്തിൽ കുതിർത്തിട്ട് കുറച്ചധികം വെള്ളത്തിൽ അരച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ കാഷ്യൂവിന് പകരം നമുക്ക് ഫ്രഷ് ക്രീം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. കുക്കിംഗ് ക്രീം ഉണ്ടല്ലോ, അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതൊന്ന് മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒരു 5-10 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്തുക്കണേ. അപ്പോൾ നല്ല കറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് കട്ടി തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ ലൂസാക്കാം. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഇത് ഫുൾ ചിക്കനിൽ ചെയ്തെടുക്കണില്ലേറെ ഇതിൻ്റെ ഗ്രേവിയും കാര്യങ്ങളൊക്കെ ചിക്കനിലൊക്കെ നല്ലോണം പിടിച്ചിക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇനിയിപ്പോൾ ഇന്ന് പത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കപ്പ് നമ്മളെ ചോറ് വെക്കണ അരി ഉണ്ടല്ലോ, അത് രാവിലെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇതാ ഒരു 3/4 കപ്പ് തേങ്ങയും അതുപോലെ ഒരു പീസ് വലിയ ഉള്ളിയും, ഒരു 1.5 ടീസ്പൂണ് വലിയ ജീരകവും, കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം അരയാൻ പാടില്ല. ഇതുപോലെ നല്ലോണം ഇതിൽ തരി ഉണ്ടാവണം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഇനിയിപ്പോൾ ഇത് നമ്മളെ സാധാരണ വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ആ ഒരു പരത്തുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതാ അരിപ്പൊടി ഇട്ടിട്ട് കുഴച്ചിട്ട് ഞാനിതാ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തുക്കണേ. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ വെച്ചിട്ട് നമുക്ക് അതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് കുറച്ച് ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാ ഈ ഒരു ഇതിലാണ് കേട്ടോ നമ്മൾ മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഇതിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുക. ഇതിപ്പോൾ നല്ല കട്ടിയും പാടില്ല, നല്ലോണം തിന്നാവാനും പാടില്ല. അതിൻ്റെ ആ ഒരു മീഡിയം സൈസിലാണ് കേട്ടോ പരത്തിയെടുക്കേണ്ടത്. ഇനിയിപ്പോൾ നല്ല ചൂടായ വെളിച്ചെണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിക്കണേ. ഇനിയിപ്പോൾ ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ അടിപൊളി പത്തിലും അതുപോലെ ചിക്കൻ പറുദീസയും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇതാ നമ്മളെ പത്തിലൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു മാവ് അരക്കുമ്പോഴുള്ള കൺസിസ്റ്റൻസി ശരിയായിട്ടുണ്ടെങ്കിൽ നമ്മളെ പത്തിലും റെഡിയാവും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു കോംബോ നമുക്ക് ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.